IPL-ൽ ഹൈദരാബാദിനെതിരെ മുംബൈക്ക് 4 വിക്കറ്റ് ജയം. 163 റൺസ് വിജയലക്ഷ്യം 11 പന്തുകൾ ശേഷിക്കെ മറികടന്നു. ഓൾറൗണ്ട് പ്രകടനവുമായി തിളങ്ങിയ ഹാർദിക് പാണ്ഡ്യയാണ് ടീമിന് കരുത്തായത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി രുചീഷ് രവീന്ദ്രനുണ്ട്. രുചീഷ്, മുംബൈക്ക് തുടർച്ചയായ രണ്ടാം ജയമാണിത്. എത്രത്തോളം ആവേശമായിരുന്നു മത്സരം? കാരണം ഈ സീസണിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു തുടക്കം മുതൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടായിരുന്നത്. എന്തായാലും സീസണിൽ ആദ്യമായി 2 മത്സരങ്ങളിൽ തുടർച്ചയായി ജയിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. അവരുടെ കൃത്യമായി 5 തവണ കിരീടം നേടിയ ഒരു ടീമാണ്. ആ ടീം കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിന്റെ ഒരു മൊമെന്റം ഈ സീസണിൽ തുടരാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുംബൈക്ക് തുടർച്ചയായി രണ്ടാമത്തെ ജയം ഉണ്ടായിരിക്കുന്നു. ഈ മത്സരത്തിലേക്ക് വന്നാൽ ഹൈദരാബാദിനെ വളരെ ചെറിയൊരു സ്കോറിൽ 162 എന്നത് ഹൈദരാബാദിന്റെ ഒരു ബാറ്റിംഗ് നിര അനുസരിച്ച് അതൊരു വലിയ സ്കോർ അല്ല. കാരണം ആ ഒരു സ്കോറിലേക്ക് 5 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടു എങ്കിൽ കൂടി ആ ഒരു സ്കോറിലേക്ക് ഒതുക്കാനായതാണ് മുംബൈക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുംബൈ ബാറ്റർമാരും ബൗളർമാരും ഒരുപോലെ മികച്ചു നിന്ന ഒരു മത്സരം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഒരു മികച്ച തുടക്കം അവർക്ക് നൽകിയെങ്കിൽ കൂടി വലിയൊരു സ്കോറിലേക്ക് പോകാൻ ഹൈദരാബാദിന് സാധിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്പ്രീത് ബുംറ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ബുംറയുടെ കൃത്യമായ ഒരു കൃത്യത ബൗളിംഗിൽ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൽ ജസ്പ്രീത് ബുംറ 21 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തുന്നത് കണ്ടു. അത്തരത്തിൽ ബുംറയും ട്രെന്റ് ബോൾട്ടും ദീപക് ചഹറും ഒക്കെ തുടക്കത്തിലെ ഓവറുകളിൽ റൺ വരൾച്ചയോടെയാണ് ഹൈദരാബാദിനെ നേരിട്ടത്. ആ തരത്തിൽ ഉള്ള ഒരു പ്രകടനമാണ് മുംബൈക്ക് ഒരു ഭേദപ്പെട്ട ഒരു ടോട്ടൽ മാത്രം ചേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. 163 റൺസ് ആയിരുന്നു ചേസ് ചെയ്യേണ്ട വന്നത്. എന്തായാലും ചേസിംഗിലാകട്ടെ ടോപ്പ് ഓർഡർ എല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. റിയാൻ റിക്കിൾട്ടണും രോഹിത് ശർമ്മയും മികച്ച ഒരു തുടക്കം മുംബൈക്ക് നൽകി. രോഹിത്തിന്റെ കരിയറിൽ വാങ്കഡെ സ്റ്റേഡിയം വളരെ നിർണായകമാണ്. വാങ്കഡയിൽ 100 സിക്സർ നേടുന്ന താരമായി രോഹിത് മാറുകയും ചെയ്തു. ഒരു ഗ്രൗണ്ടിൽ 100 സിക്സർ നേടുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് രോഹിത് ശർമ്മ എത്തുകയും ചെയ്തു. പിന്നീട് വന്ന വിൽ ജാക്സും 36 റൺസ് നേടി. സൂര്യകുമാർ യാദവ് 26 റൺസ് നേടി. ഏറ്റവും ഒടുവിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പ്രകടനമാണ് മുംബൈയെ അനായാസം ജയത്തിന് അടുത്തേക്ക് എത്തിച്ചത്. 9 പന്തിൽ 21 റൺസ് എടുത്താണ് ക്യാപ്റ്റൻ പുറത്തായത്. അപ്പോഴത്തേക്കും മുംബൈ ഏകദേശം ജയത്തിന് തൊട്ടരികിൽ എത്തിയിരുന്നു. എങ്കിലും അവസാന ഓവറുകളിൽ 18ാം ഓവറിൽ മുംബൈ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയാണ് മുംബൈക്ക് ഈ 6 വിക്കറ്റിലേക്ക് മുംബൈ ഒതുങ്ങിയത്. എന്തായാലും മുംബൈക്ക് ഒരു തുടർച്ചയായ രണ്ടാമത്തെ ജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നതിന്റെ ആവേശത്തിൽ തന്നെയാണ് മുംബൈ ആരാധകർ. ശരി രുചീഷ്, മുംബൈക്ക് തുടർച്ചയായ രണ്ടാം വിജയം. രുചീഷ് രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.